എൻ്റെ ഒരു സുഹൃത്ത് സിസ്റ്റർ സൂസൻ ജോർജ് അയച്ചു തന്ന ഒരു സംഭവകഥ വായിക്കാനിടയായി. അപ്പോൾ അത് വളരെ നമ്മുടെ മനസ്സിനെ മനസ്സിൽ ഒരുപാട് ഇളക്കങ്ങൾ ഉണ്ടാക്കുന്ന, നമ്മുടെ മനസ്സിനെ വല്ലാതെ മതിക്കുന്ന ഒന്നാണ്. ആ രീതിയാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണ്. കൽക്കട്ടയിലാണ്. അപ്പോൾ ഈ ഓല എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടി ഡ്രൈവിംഗ് നടത്തുന്ന ഒരു മനുഷ്യൻ്റെ ഒരു സംഭവമാണ്. അയാളുടെ ജീവിതത്തിലുണ്ടായ ഒരനുഭവമാണത്. ഓലയുടെ ഒരു ഡ്രൈവറാണ് അയാൾ കൂടുതലും നൈറ്റ് ഷിഫ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അയാൾ എഴുതിയേക്കുന്നതാണ്, അയാൾ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇതുപോലെ ഒരു രാത്രി ഒരു 11 മണിയോടുകൂടി ഒരാളെ ഒന്ന് പിക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. ഒരു വളരെ പ്രായമുള്ള ഒരു വന്യവയോധികനായ ഒരു മനുഷ്യനെ പിക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു വണ്ടിയിൽ. അങ്ങനെ അയാൾ വെള്ള കുർത്ത, അതുപോലെ വെള്ള ധോത്തി, ഇതൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കണ്ണിലൊക്കെ വളരെ ക്ഷീണം കാണാമായിരുന്നു നോക്കുമ്പോൾ. അങ്ങനെ കാറിനകത്തിരുന്നു. കാറിൽ കയറിയിട്ട് അയാൾ ഈ ഡ്രൈവറോട് പറഞ്ഞു, എനിക്ക് 5 സ്ഥലങ്ങളിൽ എന്നെ കൊണ്ടുപോകണം. അതിന് ഞാൻ 5000 രൂപ നിങ്ങൾക്ക് തരും. പക്ഷേ അവസാനം വരെ നിങ്ങളത് എന്തിനാ, അതിൻ്റെ കാരണം എന്തുവാന്ന് ചോദിക്കാൻ പാടില്ല, ഞാൻ ഇവിടെയൊക്കെ പോകുന്നത് എന്തിനാന്ന് ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഒരു അഡ്രസ്സ് എഴുതി കയ്യിൽ കൊടുത്തു. ഓരോ സ്ഥലത്ത് പോകേണ്ടതിൻ്റെ ആ അഡ്രസ്സ് അത് എഴുതിയിട്ടുണ്ട്. 5 സ്ഥലങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ആദ്യമുള്ള അഡ്രസ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റോപ്പ് ഒരു സൗത്ത് കൊൽക്കത്തയിലുള്ള ഒരു പഴയ വീടാണ്. ആ പഴയ വീടിൻ്റെ അവിടെ ചെന്നു, ലൊക്കേഷൻ ചെന്നു, കാറ് നിർത്തി. അദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങിയില്ല കേട്ടോ. അവിടെ ഇരുന്നിട്ട് അനങ്ങാതെ കുറച്ച് നേരം ആ വീട്ടിലോട്ടൊരു 10 മിനിറ്റോളം നോക്കിക്കൊണ്ടിരുന്നു. കണ്ണൊക്കെ നിറഞ്ഞു, കണ്ണീര് ഒലിച്ചു. എന്നിട്ട് പതുക്കെ പറഞ്ഞു, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് പോയി. സെക്കൻഡ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഒരു പ്രൈമറി സ്കൂളിൻ്റെ അവിടെ ചെന്നു. അപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയിട്ടേക്കാണ്, അതിൻ്റെ ഗേറ്റ് പൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ വെളിയിൽ ഈ കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉള്ള ഒരു ഊഞ്ഞാലുണ്ട്. അപ്പോൾ ആ ഊഞ്ഞാലിൽ പോയി അദ്ദേഹം അവിടെ ഇറങ്ങിയിട്ട് അതിൽ പോയിരുന്നു. കുറേ നേരം അതിരുന്നു. പതുക്കെ ഇങ്ങനെ ഊഞ്ഞാലിൽ പതുക്കെ ഇരുന്ന് ആടി. ഒരു 20 മിനിറ്റോളം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ഈ ഡ്രൈവറൊന്നും ചോദിച്ചില്ല. ചോദിക്കാതെ ഡ്രൈവറുടെ അടുത്ത് പറഞ്ഞു, 43 വർഷം ഞാനിവിടെ പഠിപ്പിച്ചതാണ് ഈ സ്കൂളിൽ. അപ്പോൾ അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു എന്ന് അന്നേരമാണ് ഈ ഡ്രൈവർക്ക് മനസ്സിലാവുന്നത്. അതായത് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല കാലങ്ങൾ ഇവിടെ ഞാൻ ചിലവഴിച്ചെന്ന് പറഞ്ഞു. പിന്നെ 3ാമത്തെ സ്റ്റോപ്പ് ഒരു ചെറിയ കോഫി ഷോപ്പിൻ്റെ അവിടെ വണ്ടി നിർത്തി. അദ്ദേഹം ഈ കോഫി ഷോപ്പിൽ ഇറങ്ങി, അതിൽ കയറി. ചെറിയ കോഫി ഷോപ്പ്. എന്നിട്ട് അവിടുന്ന് ഒരു ചായ ഓർഡർ ചെയ്തു, ഒരു ടീ ഓർഡർ ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഒരു മൂലയിലുള്ള സീറ്റിലോട്ട് മാറിയിരുന്നു. എന്നിട്ട് ഈ ചായ അദ്ദേഹം കുടിച്ചില്ല, അത് ഈ തൊട്ടുപോലും നോക്കിയില്ല, അവിടെ ഇരുന്നു. അവിടെ കുറേ നേരം ഇരുന്നതിന് ശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്നിട്ട് ഒരു വിളറിയ ഒരു പുഞ്ചിരിയോടെ അദ്ദേഹം ഈ ഡ്രൈവറുടെ അടുത്ത് പറഞ്ഞു, ഇവിടെ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് മിതാലിയെ കാണുന്നത്, അതായത് എൻ്റെ ഭാര്യയെ കാണുന്നത്, ഞങ്ങൾ പരിചയപ്പെടുന്നത് 1969 എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു വണ്ടി കയറി വീണ്ടും പോയി. 4ാമത്തെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഒരു ക്രിമേഷൻ ഗ്രൗണ്ടാണ്, അതായത് ഒരു ബറിയൽ ഗ്രൗണ്ട്. ആ ക്രിമേഷൻ ഗ്രൗണ്ടിൻ്റെ അവിടെ അദ്ദേഹം ഇറങ്ങി കുറേ നേരം ഒരു മെമ്മോറിയലിൻ്റെ അടുത്ത് പോയി നിന്നു. എന്നിട്ട് ഏതാണ്ടൊക്കെ പതുക്കെ പറയുന്നുണ്ട്, അത് ഈ ഡ്രൈവർക്ക് കേൾക്കാൻ വയ്യ. അപ്പോൾ 1/2 മണിക്കൂർ അവിടെ നിന്നതിന് ശേഷം തിരികെ വന്നിട്ട് അപ്പം അദ്ദേഹത്തിൻ്റെ കണ്ണുകളൊക്കെ ചുവന്നിരുന്നു, കണ്ണുകൾ കലങ്ങിയിരുന്നു. ഇവിടെ ഇപ്പോൾ ഏതാണ്ട് ഒരു 3 വർഷമായി എൻ്റെ ഭാര്യ മിതാലി എന്നെ വിട്ടു പോയിട്ട് ഇവിടെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യയുടെ ശവകുടീരത്തിലാണ് അദ്ദേഹം പോയത്. അടുത്തതായിട്ട് 5th സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഒരു വലിയ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. അവിടെ ചെന്നു. എന്നിട്ട് അവിടെ പാർക്ക് ചെയ്യാനായിട്ട്
ഈ അടുത്ത് പറഞ്ഞു, പാർക്ക് ചെയ്തു. എന്നിട്ട് വീണ്ടും ഇയാളെ ഈ ഡ്രൈവറെ നോക്കിയിട്ട് ഇപ്പം പറഞ്ഞു, ഞാനിപ്പോൾ പറയാം, നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളത് ഇപ്പം ഞാൻ പറയാം. ഞാൻ ഇവിടെ പോകാൻ കാരണം, എനിക്ക് ഇപ്പോൾ സ്റ്റേജ് 4 ക്യാൻസറാണ്. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. എനിക്കിനി ഏതാനും ദിവസങ്ങൾ മാത്രമോ അല്ലെ ഏതോ ആഴ്ചകളോ മാത്രമേ ഉള്ളൂ ജീവിതം. അപ്പോൾ എനിക്ക് ഇന്ന് എൻ്റെ ജീവിതം മുഴുവൻ ഒന്ന് സഞ്ചരിക്കണമായിരുന്നു. നിങ്ങൾ എൻ്റെ ജീവിതം മുഴുവൻ ഇന്ന് എനിക്ക് കാണിച്ചു തന്നു. ഇത് കേട്ടിട്ട് ഈ ഡ്രൈവർ കുനിഞ്ഞിരുന്ന് സ്റ്റിയറിംഗ് വീലിൽ മുഖം അമർത്തി അയാൾ കരഞ്ഞുപോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പം അയാൾ പതുക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ മനുഷ്യൻ പറയുകയാണ്, ആ വീടുണ്ടല്ലോ, ആദ്യം നമ്മൾ പോയില്ലേ, ആ വീട്, അവിടാണ് എൻ്റെ മക്കളെ ഞാൻ വളർത്തിയത്. പിന്നെ ആ സ്കൂള്, അവിടാണ് ഞാൻ എൻ്റെ പർപ്പസ്, എൻ്റെ ജീവിതത്തിൻ്റെ സാഫല്യം, ലക്ഷ്യം കണ്ടെത്തിയത് അവിടാണ്. ആ കോഫി ഹൗസ്, അവിടാണ് എൻ്റെ സ്നേഹം, പ്രേമം ഞാൻ തിരിച്ചറിഞ്ഞത്. അതുപോലെ ക്രിമേഷൻ ഗ്രൗണ്ട്, അവിടാണ് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഫൈനൽ ഗുഡ് ബൈ പറഞ്ഞത്. പിന്നെ ഈ ആശുപത്രി, ഇവിടെയാണ് ഇപ്പോൾ എന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ എന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്യും. അവിടെ ഇനി ഒരു വീട്ടിലേക്ക് ഒരു തിരിച്ചുപോക്കില്ല. ഇതാണ് ആ മനുഷ്യൻ പറഞ്ഞത്. എന്നിട്ട് ഒരു 5000 രൂപ ഈ പറഞ്ഞതുപോലെ എടുത്ത് ഈ ഡ്രൈവറുടെ കയ്യിലോട്ട് വെച്ചു. എന്നിട്ട് പറഞ്ഞു, നന്ദിയുണ്ട് സുഹൃത്തെ, നിങ്ങൾ എന്നെ എൻ്റെ ജീവിതത്തിലൂടെ ഒരു തവണ കൂടെ കൊണ്ടുപോയി. മൈ ലാസ്റ്റ് സ്ട്രേഞ്ചർ, അതാണ് നിങ്ങൾ. പക്ഷേ എന്നെ ദയോടുകൂടി സ്നേഹിച്ചു, പരിചരിച്ചു നിങ്ങൾ. അപ്പോൾ ഈ ഡ്രൈവർ പറഞ്ഞു, എനിക്കിത് എടുക്കാൻ പറ്റത്തില്ല, ഐ കാൺ ടേക്ക് ദിസ്, എനിക്കിത് എടുക്കാൻ പറ്റിയാലേ പണം. അപ്പോൾ പറഞ്ഞു, അങ്ങനല്ല, നിങ്ങൾ എടുക്ക്, കാരണം എനിക്കിത് ആർക്കും കൊടുക്കാനില്ല. കാരണം എൻ്റെ ഈ മക്കൾ അവർ ഒക്കെ വളർന്നു, അവർ വളരെ ദൂരെയാണ്, എന്നിൽ നിന്നും അകന്ന് കഴിയുകയാണ്. അവരൊന്നും എന്നോട് സംസാരിക്കത്തു പോലുമില്ല, എനിക്കാരുമില്ല. എൻ്റെ സുഹൃത്തുക്കൾ ഓരോരുത്തരായിട്ട് കൊഴിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ അവർ മരണപ്പെട്ടു പോയി. അതാണ് അദ്ദേഹം പറഞ്ഞത്, ഒന്നൊന്നായിട്ട് പോയി. ഇനി എനിക്ക് ഈ ഒരു 3 മണിക്കൂർ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ശരിയായ മനുഷ്യത്വം നിങ്ങൾ തന്നു. അതിലും വലുതാണോ ഈ പണം? എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ചെറിയ സ്യൂട്ട് കേസും എടുത്തുകൊണ്ട് അദ്ദേഹം നേരെ ആശുപത്രിക്കകത്തേക്ക് പോയി. അടുത്ത ദിവസം ഉണ്ടല്ലോ, ഈ ഡ്രൈവർക്ക് മനസ്സിന് സ്വസ്ഥതയില്ല. അയാൾ അടുത്ത ദിവസം രാവിലെ ഇവിടെ വന്ന് ആശുപത്രി വന്നു. അവിടെ റിസപ്ഷനിൽ പറഞ്ഞു, അനിരുദ്ധ മുഖർജി, അതാണ് ഇദ്ദേഹത്തിൻ്റെ പേര്, മിസ്റ്റർ അനിരുദ്ധ മുഖർജി, ക്യാബിൻ 412 അത് എന്ന് പറഞ്ഞപ്പോൾ അവർ കാണിച്ചു കൊടുത്തു. അദ്ദേഹം പൂക്കളുമായിട്ടാണ് ഈ ഡ്രൈവർ നേരെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുന്നത്. അദ്ദേഹം ഈ പൂക്കൾ കണ്ടപ്പോൾ ചിരിച്ചു. ഓ, നിങ്ങൾ വന്നല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് വരാതിരിക്കാൻ കഴിഞ്ഞില്ല, നിങ്ങളെ അങ്ങനെ ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് ഈ ഡ്രൈവർ പറഞ്ഞു. എന്നിട്ട് അവർ ഒരു 2 മണിക്കൂറിൽ കൂടുതലിരുന്ന് ഈ മിതാലി ദേവിയെക്കുറിച്ചും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസിനെ കുറിച്ചും അതുപോലെ തന്നെ എസ്ട്രേഞ്ച്ഡ് ചിൽഡ്രൻ, അതായത് കളഞ്ഞിട്ട് പോയ മക്കളുണ്ടല്ലോ, ആ മക്കളെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു. ഇത് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും ഈ ഡ്രൈവർ പോയി അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇരിക്കും, കുറച്ച് നേരം ഇരിക്കുകയെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് അദ്ദേഹമായിട്ട് സംസാരിക്കും, ചായ കൊണ്ട് കൊടുക്കും, അതുപോലെ തന്നെ പത്രം അദ്ദേഹത്തിന് വായിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വെറുതെ ഇരിക്കും അവർ. ഒരു ദിവസം അദ്ദേഹം ഈ ഡ്രൈവറുടെ അടുത്ത് പറഞ്ഞു, ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇരുന്ന് മരിച്ചു പോവും എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ നിങ്ങളുണ്ടല്ലോ, എൻ്റെ ഈ അവസാന നിമിഷങ്ങൾ ഒരു സ്ട്രേഞ്ചർ എൻ്റെ ഫാമിലിയായി, എൻ്റെ കുടുംബമായി, നിങ്ങൾക്ക് എൻ്റെ എല്ലാ ആശംസകളും ഉണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ ഡ്രൈവർ പറഞ്ഞു, യു ആർ നോട്ട് എലോൺ, നിങ്ങൾ തനിച്ചല്ല എന്ന് പറഞ്ഞു. അപ്പോൾ വെളുപ്പിനെ ഏതാണ്ട് 3:17 അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചുകൊണ്ടിരുന്നിട്ട് മരിച്ചുപോയി ഈ മനുഷ്യൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകളാണ്
ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. എല്ലാവരോടും നിങ്ങൾ പറയണം, ലുക്ക് അറ്റ് സ്ട്രേഞ്ചേഴ്സ്. നിങ്ങൾ ഈ സ്ട്രേഞ്ചേഴ്സിനെ, അപരിചിതരായിട്ടുള്ള ആളുകൾ നിങ്ങൾ നോക്കണം, അവരെ ശരിയായിട്ട് നോക്കണം. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോവുമായിരിക്കും, ചിലപ്പോൾ സ്പീഡായിരിക്കും, ചിലപ്പോൾ പതുക്കെ ആയിരിക്കും. പക്ഷേ എപ്പോഴും നമ്മൾ ദയ കാണിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ അങ്ങനെ കാണിച്ചു തന്ന ഒരു അപരിചിതനാണ്. എനിക്ക് എൻ്റെ അവസാന ദിവസങ്ങളെന്ന് പറയുന്നത് വളരെ വർത്തായിട്ട് വിലയുള്ളതായിട്ട് മാറ്റിയത് നിങ്ങളാണ്. അപ്പോൾ ഈ മോണിറ്റർ അപ്പോഴത്തേക്ക് സ്ട്രെയിറ്റ് ലൈനായി എന്ന് പറഞ്ഞാൽ അദ്ദേഹം മരിച്ചു എന്നതാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ക്രിമേഷന് അത് ഈ ഡ്രൈവർ പോയിരുന്നില്ല, പോയി. എത്രയെന്നറിയോ? ആകെ 6 പേരാണ് ഉണ്ടായിരുന്നത്. ഒന്ന് അയാൾ, ഈ ഡ്രൈവർ, 3 നേഴ്സുമാർ, ഒരു അഭിഭാഷകൻ, പിന്നെ ഒരു ഫോർമർ, അദ്ദേഹത്തിൻ്റെ ഒരു മുൻ വിദ്യാർത്ഥി. ഇത്രയും പേരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഡ്രൈവർ ആലോചിച്ചാണ് 43 വർഷത്തെ അധ്യാപനം, ടീച്ചിങ്, 52 വർഷത്തെ ദാമ്പത്യം, 81 വയസ്സ്, 81 വർഷത്തെ ജീവിതം, 6 പേര് ആകെ യാത്ര അയക്കാൻ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് അദ്ദേഹം, ഈ ഡ്രൈവർ പറഞ്ഞുകൊണ്ടല്ലോ, എന്നെ അദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ്. എവരി സ്ട്രേഞ്ചർ ഈസ് സംവൺസ് എൻ്റയർ വേൾഡ്. ചിലപ്പോൾ എല്ലാ അപരിചിതരും ആരുടെയെങ്കിലുമൊക്കെ മുഴുവൻ ലോകമായിട്ട് മാറും. എവരി പാസഞ്ചർ ഈസ് എ സ്റ്റോറി. എല്ലാ യാത്രക്കാരും ഒരു കഥ അവശേഷിപ്പിക്കും. എവരി ഹ്യൂമൻ ബീയിങ് ഈസ് ലിവിങ്, ഡൈയിങ്, വെയിറ്റിംഗ് ഫോർ സംവൺ ടു ട്രൂലി സീ ദം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ 5000 രൂപ കൊടുത്തില്ലേ അദ്ദേഹത്തിന്, ഈ 5000 രൂപ ഈ ഡ്രൈവർ ചിലവാക്കില്ല. അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ ഗ്ലോ ബോക്സിനകത്തിട്ട് വെച്ചേക്കാണ്, ഇന്നും ഇപ്പോഴും ഉണ്ട്. അതിൽ പിന്നെ അദ്ദേഹം പറയുന്ന, ആ ഡ്രൈവർ പറയുന്നത്, ഞാൻ ഐ ഡ്രൈവ് ഡിഫറൻ്റ്ലി. ഞാൻ പഴയതുപോലല്ല ഇപ്പം ഡ്രൈവ് ചെയ്യുന്നത്. ഞാൻ ചോദിക്കും, ഞാൻ കേൾക്കും, ഞാൻ ഒരാളുടെ കാര്യങ്ങൾ ചോദിക്കും, അവരിഷ്ടമുണ്ടെങ്കിൽ പറയാതെ ഞാൻ കേൾക്കും. അപ്പം ഞാൻ ശരിയായി നേരായി ആളുകളെ കാണാൻ ഞാൻ പഠിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിന്ന് ചിന്തിക്കേണ്ട എന്നറിയോ, നമ്മൾ എത്ര വയസ്സ് വരെ ജീവിച്ചിരുന്നാലും, നമുക്ക് എത്രയൊക്കെ മക്കളൊക്കെ നമ്മൾ വളർത്തി പഠിപ്പിച്ചാലും അവസാനം ആരും കാണത്തില്ല. ജീവിതയാത്രയിൽ ഈ 81 വയസ്സുകാരനായ അധ്യാപകൻ, അദ്ദേഹത്തിന് അവസാനം യാത്രയപ്പോൾ കൊടുക്കാൻ പോയത് 6 പേരാണ്. മക്കളില്ല, പോയില്ല. ഭാര്യ നേരത്തെ മരിച്ചുപോയി. മക്കളൊക്കെ അകന്ന് കഴിയുകയാണ്. മക്കളാരും വരത്തില്ല, കാണാനില്ല. അദ്ദേഹം അവരോടൊന്നും പരാതിയോ പരിഭവമോ ഒന്നും അദ്ദേഹത്തിനില്ല. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ ഒരു കഥ അത് വായിച്ചപ്പോൾ അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നി. ഏതായാലും നമ്മൾ ചിന്തിക്കുക, അവസാനം എല്ലാവരും, പക്ഷെ ആരും അപരിചിതരല്ല. അപരിചിതരായിരിക്കാം നമുക്ക് ചിലപ്പോൾ മുഴുവൻ ലോകവും ജീവിതവും കാണിച്ചു തരുന്നത്. അതാണ് ഇതിൻ്റെ ഗുണപാഠം.